ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചിക്കൻ കചോരിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ചിക്കൻ കചോരി ഒരു നോർത്ത് ഇന്ത്യൻ സ്നാക്കാണ് കേട്ടോ. എല്ലാവർക്കും കൊച്ചു പിള്ളേർക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണിത്. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഈ ചിക്കൻ കചോരി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കചോരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 2 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 200 ml 2 കപ്പാണ്. പിന്നീട് ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്, വെജിറ്റബിൾ ഓയിൽ എടുത്തിട്ടുണ്ട്, പിന്നീട് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. വെള്ളം നമ്മൾ നോർമൽ വാട്ടർ തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫില്ലിങ്സിനായിട്ട് ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റ് ചിക്കൻ വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ നോർമൽ ചിക്കൻ ബോൺ മാറ്റി എടുത്തതാണ്. പിന്നീട് അത് നല്ലപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് ഇതിലോട്ട് നമുക്ക് ആവശ്യം 2 വലിയ സവാളയാണ് ആവശ്യം. ഇപ്പം നിങ്ങളുടെ അടുത്ത് ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 ഒക്കെ ആയിട്ട് എടുക്കുക. പിന്നീട് ഇവിടെ നമുക്ക് ഇഞ്ചിയാണ് ആവശ്യം. ഇഞ്ചി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ചില്ലി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇതിലോട്ട് വേണ്ട സ്പൈസസ്, സോൾട്ട് ആവശ്യത്തിന്, പിന്നെ മുളക് പൊടിയാണ്. മുളക് പൊടി ഞാനിവിടെ 1.5 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഗരം മസാല എടുത്തിട്ടുണ്ട്. ഗരം മസാല 1.5 ടീസ്പൂൺ. പിന്നെ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടി ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നീട് ഞാനിവിടെ ചീസാണ് എടുത്തിരിക്കുന്നത്. ചീസ് ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു ചെറിയ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കടലമാവാണ് കേട്ടോ. കടലമാവ് ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മൈദ ഒന്ന് കുഴച്ചെടുക്കാം. മൈദ കുഴച്ചെടുക്കാനായിട്ട് ആദ്യം മൈദേൻ്റെ തരിയൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് എണ്ണ എടുത്ത് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റും എല്ലാം മൈദയിൽ മൊത്തത്തിലൊന്ന് പിടിക്കാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മളുടെ ഉപ്പും അതുപോലെ എണ്ണയൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തും പിടിക്കും. അതായത് നമ്മളുടെ ഒരു മാവ് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച വെള്ളം കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കാം. നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കുഴയ്ക്കുന്ന അതേ പരുവത്തിൽ തന്നെ നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പം നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ റെസ്റ്റിൽ വയ്ക്കാം. റെസ്റ്റിന് വയ്ക്കുന്ന സമയത്ത് അടച്ചു വെച്ചിട്ട് തന്നെ റെസ്റ്റിൽ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഡ്രൈ ആവാതിരിക്കാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മളുടെ ഫില്ലിങ്സ് ഒക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു പാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ വെച്ച് കൊടുത്തതിന് ശേഷം പാൻ നന്നായി ചൂടായി വന്നിട്ട് നമുക്കിതിലോട്ട് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം മാത്രം നമുക്ക് നമ്മളെടുത്ത് വെച്ച ഫില്ലിങ്സിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അധികം ഒന്നും വേണ്ട. ഇഞ്ചിയും വെളുത്തുള്ളി എടുക്കുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളി എടുത്താൽ മതിയാവും. ഇത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലൊരു ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇത്ര മാത്രം വഴന്ന് വന്നാൽ മതിയാവും. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച ചില്ലി ചേർത്ത് കൊടുക്കാം. ചില്ലി ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചില്ലിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാനിവിടെ 2 ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു സമയത്താണ് കേട്ടോ സോൾട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച മുളക് പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിലോട്ട് പെരുംജീരകത്തിൻ്റെ പൊടി വേണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനതൊന്നും ചേർത്തുന്നില്ല. ആദ്യം നമുക്ക് ഒരു ചെറിയൊരു സൈഡിലാക്കിയിട്ട് ഇതൊക്കെ ഒന്ന് മൊരിയിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച കടലമാവ് ഈ ഒരു സമയത്ത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഈ കടലമാവ് ചേർത്തുന്നത്
നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്തുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ചേർത്തുന്ന സമയത്ത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കടലമാവ് ഇവിടെ ചേർത്തുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലകളൊക്കെ എല്ലാം നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ചിക്കൻ ബ്രസ്റ്റാണ് എടുക്കുന്നതെങ്കിലും ബോൺലെസ് ചിക്കൻ ആയിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചിക്കൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നമ്മുടെ മസാല എല്ലാ ഭാഗത്തും എത്താനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ നേരത്തെ സോൾട്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനിന് ആവശ്യമായ ഉപ്പും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ, ചിക്കൻ കചോരി എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ടാവുമല്ലോ. നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടോ അത് ഞാൻ ഉണ്ടാക്കിയപ്പം. പിള്ളേർക്കാണെങ്കിലും ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ മസാലകളൊക്കെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. അതുപോലെ ഞാനിവിടെ പറയാൻ വിട്ടുപോയത്, ചിക്കൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 450 ഗ്രാം ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലുള്ള അത്യാവശ്യം വെള്ളമൊക്കെ താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും. ഇനി നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു വിധമൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച ഒരല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ച മല്ലിയിലയും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിമും എല്ലാം ഓഫ് ചെയ്ത് കൊടുക്കാം. ചിക്കനെല്ലാം വളരെ പെട്ടെന്ന് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമും എല്ലാം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറണം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മാവ് നമുക്ക് കുഴച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വളരെ എളുപ്പപ്പണിയാണിത്. കാരണം ഈ മാവ് നമുക്കിനി നമ്മളുടെ കല്ലിൽ വെച്ച് പരത്തിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് നമ്മൾ ഒരു ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ബോളിൻ്റെ പരുവത്തിൽ ഓരോരോ ബോളുകളായിട്ട് എടുക്കാം. അത്യാവശ്യം വലിയ വലിയ ബോളായിട്ട് തന്നെ മാറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ എടുക്കുമ്പോൾ വളരെ ചെറുതായിട്ടല്ലേ പൂരിക്കൊക്കെ എടുക്കുമ്പോൾ എടുക്കാം. ഇപ്പോൾ ചപ്പാത്തിക്ക് എടുക്കുന്ന ബോളിനേക്കാളും കുറച്ചും കൂടെ വലുപ്പത്തിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ എല്ലാം ബോളുകളും നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബോൾസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്കിവിടെ ഒരു 8 ബോൾസാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഒരല്പം ഓയിൽ എടുത്ത് വയ്ക്കാം. കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കയ്യിലൊക്കെ പുരട്ടി കൊടുക്കാനാണ്. ഇനി നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കയ്യിൽ ഇങ്ങനെ നമ്മളുടെ വെജിറ്റബിൾ ഓയിൽ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ മാവ് ഓരോ ബോളായിട്ട് ഇങ്ങനെ നമ്മളുടെ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ഷേപ്പിൽ കൈ കൊണ്ട് തന്നെ എടുത്താൽ മാത്രം മതിയാവും. ഇത് കണ്ടില്ലേ, ഒരു ബണ്ണിൻ്റെയൊക്കെ ഷേപ്പിലായിരിക്കും ഇത് നമുക്ക് ലാസ്റ്റ് ചെയ്ത് കിട്ടുന്നത്. ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മളുടെ നടുഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പാക്കി എടുക്കുക. നല്ലപോലെ കട്ടിയിൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്, അല്ലാതെ നല്ലപോലെ നൈസായിട്ട് എടുക്കരുത്. ഇതുപോലൊരു കട്ടിയായിട്ടുള്ള തന്നെ നമ്മളുടെ കൈയിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ എടുക്കാം. ഈ ഒരു പരുവത്തിലായിരിക്കണം. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന തട്ടിലോ വെച്ചിട്ട് നമുക്ക് നമ്മളുടെ ഫില്ലിങ്സ് ഇതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് ചേർത്ത് കൊടുക്കാം. ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഫില്ലിങ്സ് നല്ലപോലെ ചൂടാറിയിട്ടുണ്ടായിരിക്കണം. ഇതുപോലെ സെൻറ്റർ പോർഷനിൽ നമ്മൾ എടുത്ത് വെച്ച് നമ്മളുടെ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ എടുത്തു വെച്ച ചീസ് കൂടെ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ചീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാനൊക്കെ ടേസ്റ്റി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചീസ് കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചീസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വലിഞ്ഞു കിട്ടുമല്ലോ. അപ്പോൾ 4 സൈഡിൽ നിന്ന് ഇതുപോലെ വലിച്ചിട്ട് മുകളിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ചിക്കൻ മോമോസൊക്കെ എടുക്കുമ്പോൾ മുകളിലോട്ട് ആദ്യം ഒട്ടിച്ചു കൊടുക്കത്തില്ലേ, അതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മളുടെ ഫില്ലിങ്സ് എല്ലാം അകത്തായി എന്ന് നമുക്ക് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മളുടെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റൗണ്ടിൽ ബണ്ണിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കാം.
ഇപ്പോൾ നമ്മളുടെ ഫില്ലിങ്സ് എല്ലാം അതിനകത്ത് വെച്ചിട്ട് അടച്ചു വെച്ചു. ഇത് കണ്ടില്ലേ, ഒരു ബോളിൻ്റെ രൂപത്തിലാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ ഇതുപോലെ റൗണ്ടിലാക്കിയിട്ട് എടുത്താൽ മാത്രം മതിയാവും. ഇതുപോലെ മറ്റുള്ള ബോൾസും നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഓരോ ബോൾസ് എടുത്തിട്ട് നമുക്ക് ആദ്യം കയ്യിൽ വെച്ചിട്ട്, കയ്യിൽ കുറച്ച് ഓയിൽ എപ്പോഴും പുരട്ടി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. കാരണം നമ്മളുടെ മാവൊന്നും ഒട്ടാനായിട്ട് നമ്മൾ ഇങ്ങനെ ഫില്ലിങ്സ് അതിനകത്ത് വെച്ചിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുമ്പോൾ ഒട്ടാനായിട്ടാണ് നമ്മൾ ഈ ഓയിൽ നമ്മളുടെ കയ്യിൽ പുരട്ടുന്നത്. ഇനി നേരത്തെ ചെയ്ത പോലെ നമുക്ക് നമ്മളുടെ ഫില്ലിങ്സ് എല്ലാം നിറച്ച് കൊടുക്കാം. ഫില്ലിങ്സ് നിറച്ച് കൊടുക്കുന്ന സമയത്ത് കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മളുടെ പ്ലേറ്റിൽ വെച്ചിട്ടോ ചപ്പാത്തിൻ്റെ തട്ടിൽ വെച്ചിട്ടോ ചപ്പാത്തി പരത്തുന്ന തട്ടിൽ വെച്ചിട്ടോ നമുക്ക് ഫില്ലിങ്സ് റെഡിയാക്കി അകത്ത് വെച്ച് കൊടുക്കാം. ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്ന സമയത്ത് അത് ഫില്ലിങ്സ് ഒത്തിരി കൂടി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് അത് പുറത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഫില്ലിങ്സ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ സൈഡിലും ഇതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പം ഞാൻ മറ്റുള്ള ബോൾസും കൂടെ ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ബോൾസും ഫില്ലിങ്സൊക്കെ നിറച്ച് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ഫ്രൈയിങ് പാനിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എന്ത് ഫ്രൈ ചെയ്യുകയാണെങ്കിലും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അധികം ഓയിലും കുറയത്തില്ല, നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിലോട്ട് എണ്ണ അധികം പിടിക്കത്തില്ല. അപ്പോൾ 1-2 മാത്രം ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളെ പൂരിയൊക്കെ പൊങ്ങി വരുന്ന പോലെ 2 സൈഡും ഇങ്ങനെ ബബിൾസൊക്കെ ചെറിയ ചെറിയ ബബിൾസൊക്കെ വന്നു കാണും. നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ കച്ചോരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ കച്ചോരിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു ചിക്കൻ കച്ചോരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ചിക്കൻ കച്ചോരി സെർവ് ചെയ്യാൻ പോകുന്നത് പുതിന ചട്നിയുടെ ഒപ്പമാണ്. പുതിന ചട്നി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെന്ന് കണ്ടു നോക്കണം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. അപ്പം ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഓൾ.